നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കണോ? അതും ഈ റംലാനിൽ? ദെൻ ദിസ് വീഡിയോ ഇസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇനി കുറച്ച് എക്സാംസ് അല്ലേ ബാക്കിയുള്ളൂ, അതിനെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ടിപ്പ് നമ്പർ 1 ഇസ് സ്റ്റഡി റൈറ്റ് ആഫ്റ്റർ സുഹൂർ ആൻഡ് ഇഫ്താർ. കാരണം അത്താഴത്തിനും ഇഫ്താറിനൊക്കെ ശേഷമാണ് നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മണ്ടയിൽ നന്നായിട്ട് കയറും. ടിപ്പ് നമ്പർ 2 യൂസ് ആക്റ്റീവ് റീകോൾ നോട്ട് പാസീവ് റീഡിങ്. ഇനി ഒരുപാട് വാസ്റ്റ് ആയിട്ടിരുന്ന് വായിക്കാനുള്ള ടൈമില്ല. സോ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള മാർഗ്ഗം ഏതാണോ അത് നിങ്ങൾ അവലംബിക്കുക. അതായത് ക്യൂസ് യുവർ സെൽഫ്, അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുക. അതിനൊക്കെയുള്ള ടൈമേ ഇനിയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പരത്തിരുന്ന് വായിക്കേണ്ട, ഷോർട്ടായിട്ട് എങ്ങനെ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള വേ കണ്ടെത്തുക. ടിപ്പ് നമ്പർ 3 ടേക്ക് പവർ നാപ്സ് ആൻഡ് അവോയ്ഡ് ഓൾ നൈറ്റേഴ്സ്. കാരണം ഇത് റംലാനാണ്, നമുക്ക് ഉറക്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ ഒരു പവർ നാപ്പ് എടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ ബ്രെയിനിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ രാത്രി ഉറക്കം ഒഴിച്ച് ഒരുപാട് ടൈം ഇരിക്കുന്നതിൽ ബെറ്റർ ഇതായിരിക്കും. ടിപ്പ് നമ്പർ 4 ഈറ്റ് സ്മാർട്ട് ഫോർ ഫോക്കസ്. ഇപ്പോൾ റംലാനാണല്ലോ, അപ്പോൾ ഒരുപാട് കരിയും പൊരിയൊന്നും കഴിക്കാതെ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് എഗ്സ് ആൻഡ് ഓട്സ് ഒക്കെ പോലത്തെ അങ്ങനെയുള്ള ഫുഡ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും കൂടെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മറ്റ് എണ്ണയൊക്കെ കലർന്ന് കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടയർഡാവും, അത് നിങ്ങളുടെ പഠനത്തിനെ സാരമായി ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ ലാസ്റ്റ് ഇസ് നോട്ട് ലീസ്റ്റ്, ദ 5th ടിപ്പ് ഇസ് മേക്ക് ദുആ ആൻഡ് സ്റ്റേ പോസിറ്റീവ്. അപ്പോൾ പഠിച്ചവനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതാൻ പറ്റണേന്നും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റണം, നല്ല രീതിയിൽ പഠിക്കാൻ പറ്റണമെന്നൊക്കെ നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു കാം മൈൻഡും കൂടെ ഉണ്ടായിരിക്കും. സോ എ കാം മൈൻഡ് ലേൺസ് ഫാസ്റ്റർ. So trust yourself and keep going. So share this with a friend fasting during exams. So hit a like if you found this helpful. Okay, bye-bye.